ഡോക്ടർ ശശി തരൂർ എംപിയെ പ്രതിനിധി സംഘത്തെ നയിക്കാൻ കേന്ദ്ര സർക്കാർ നിശ്ചയിച്ചത് കോൺഗ്രസിന്റെ പട്ടിക അവഗണിച്ചുകൊണ്ടാണ്. പ്രതിനിധി സംഘത്തിന്റെ പേരിൽ കേന്ദ്ര സർക്കാർ രാഷ്ട്രീയം കളിക്കുകയാണെന്ന് കോൺഗ്രസ് കുറ്റപ്പെടുത്തുന്നു. എന്നാൽ രാഷ്ട്രമുണ്ടെങ്കിലേ രാഷ്ട്രീയമുള്ളൂവെന്നാണ് കോൺഗ്രസിന്റെ നിലപാട് തള്ളിക്കൊണ്ട് ഡോക്ടർ ശശി തരൂരിന്റെ പ്രതികരണം. വിദേശ രാജ്യങ്ങളിലേക്ക് പോകുന്ന പ്രതിനിധി സംഘത്തിലേക്ക് പ്രതീക്ഷിച്ച പേര് തന്നെയാണ് തരൂരിൻ്റേത്. ഐക്യരാഷ്ട്രസഭയിലെ പ്രവൃത്തി പരിചയം, ലോക നേതാക്കളുമായുള്ള ബന്ധം, അങ്ങനെ തരൂരിനെ യോഗ്യനാക്കുന്ന ഘടകങ്ങളേറെ. കേന്ദ്ര സർക്കാർ പുറത്തുവിട്ട പട്ടികയിലെ ആദ്യ പേരും തരൂരിൻ്റേത് തന്നെ. കോൺഗ്രസ് നിർദ്ദേശിച്ച 4 പേരുകളിൽ പക്ഷേ തരൂർ ഉണ്ടായിരുന്നില്ലെന്ന് ജയറാം രമേശ് വെളിപ്പെടുത്തിയത് വിവാദമായി. പാർട്ടിക്കും തരൂരിനുമിടയിൽ സമീപകാലത്തുണ്ടായ ഭിന്നത മറ നീക്കുന്നതായി ആ വെളിപ്പെടുത്തൽ. ആനന്ദ് ശർമ്മ, ഗൗരവ് ഗൊഗോയ്, ഡോക്ടർ സയ്യിദ് നസീർ ഹുസൈൻ, രാജാ ബ്രാർ എന്നീ പേരുകളാണ് കോൺഗ്രസ് നൽകിയത്. ഈ പട്ടിക തഴഞ്ഞ് കോൺഗ്രസ് അംഗമായി തരൂരിനെ കേന്ദ്രം തെരഞ്ഞെടുത്തത് നീതികേടെന്ന് പറയുകയാണ് ജയറാം രമേശ്. പാർട്ടി അനുസരിക്കാൻ എല്ലാവരും ബാധ്യസ്ഥരെന്നും തരൂരിന് പരോക്ഷ മുന്നറിയിപ്പ്. എന്നാൽ തരൂരാകട്ടെ കേന്ദ്ര സർക്കാർ തീരുമാനത്തെ സ്വാഗതം ചെയ്യുന്നു. നമ്മൾക്ക് രാഷ്ട്രമുണ്ടെങ്കിലേ രാഷ്ട്രീയത്തിന് അത് പ്രസക്തിയുള്ളൂ. ഈ രാഷ്ട്രത്തിന് വേണ്ടിയിട്ട്, നമ്മുടെ രാജ്യത്തിന് വേണ്ടിയിട്ട് ഒരു അവസരം സർക്കാർ എല്ലാ പാർട്ടികളുടെ പ്രതിനിധികളെ ആവശ്യപ്പെടുമ്പോൾ അത് ചെയ്യാൻ നമ്മളുടെ ഒരു കടമയും കൂടിയാണെന്നാണ് എന്റെ വിശ്വാസം. കോൺഗ്രസ് രാഷ്ട്രീയം കളിക്കുകയാണെന്ന് പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജുവും പറഞ്ഞു. പെഹൽഗാം ആക്രമണത്തിന് പിന്നാലെ കേന്ദ്ര സർക്കാരിന് അനുകൂല നിലപാട് സ്വീകരിച്ചതിന് കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റി തരൂരിനെ താക്കീത് ചെയ്തതായി റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. ഇക്കാര്യം പക്ഷേ തരൂർ അന്ന് നിഷേധിച്ചു. 24 ഡൽഹി.